എങ്ങനെയുണ്ട് ചേട്ടാ? രക്ഷയില്ല, അടിപൊളി. റിസപ്ഷൻ ഷെട്ടി എങ്ങനെയുണ്ട്? റിസപ്ഷൻ ഷെട്ടി രക്ഷയില്ല, അടിപൊളി. അടിപൊളി പടം. എന്താണ് ചേട്ടാ പടത്തിൽ ഇഷ്ടപ്പെട്ടത്? പടത്തിലൂടെ അവസാനത്തെ ക്ലൈമാക്സ് ഒരു അരമണിക്കൂറോളം വരുന്ന ക്ലൈമാക്സ് അടിപൊളിയായിട്ട്. എല്ലാവരുടെ അഭിനയവും കാര്യങ്ങളൊക്കെ ഋഷഭ് ഷെട്ടി ഒരു 1.5 പുള്ളി വിളിച്ചേക്കുന്നത്. ചാപ്റ്റർ 1 മികച്ച അഭിനയം. കാന്താര വിഷ്വൽ ട്രീറ്റ് ആണ്, ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആണ്. കാന്താര എങ്ങനെ ചേച്ചി എങ്ങനെയുണ്ട് പടം? അമേസിംഗ് എക്സ്പീരിയൻസ്. ഈ വർഷത്തെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്ന ഒരു അടിപൊളി പടമായിട്ട് വേറെ ഇൻഡസ്ട്രിയിൽ നിന്ന് പറഞ്ഞ പടമായിട്ട് തോന്നില്ല. ഡബിങ് ആയാലും ബാക്കി ടെക്നിങ് സ്റ്റഫ് ആയാലും എല്ലാം പീക്ക്. എല്ലാവരുടെ അഭിനയവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അതിന് ഋഷഭ് ഷെട്ടിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാൻ ഒരു ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ ഒരു പോർഷൻ ഉണ്ട്. ആ ഒരു പെർഫോമൻസ് അൺമാച്ചബിൾ. എങ്ങനെയുണ്ട് ചേട്ടാ? ഓക്കെ എങ്ങനെയുണ്ട് ബ്രോ? എന്താണ് എടുത്തു പറയാനായിട്ട് എന്താ ഉള്ളത്? ആക്ടിംഗ് കൊള്ളാം, ക്ലൈമാക്സ് നല്ല രസമുണ്ടായിരുന്നു. കാരണം നമുക്കൊരു ഗൂസ്ബംസ് കിട്ടുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. പടം എങ്ങനെയുണ്ട്? ഓക്കെ ഫസ്റ്റിനെ അപേക്ഷിച്ച് നല്ലൊരു ബോഡി ട്രാൻസ്ഫോർമേഷനും പ്ലസ് ആ ഒരു അഭിനയം എല്ലാവരുടെ അഭിനയവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായി ചെയ്തു. അവര് ചേഞ്ചും ക്യാരക്ടർ ചേഞ്ചും അടിപൊളി. ഋഷഭ് ഷെട്ടി എങ്ങനെയുണ്ട്? അഭിനയം എങ്ങനെയുണ്ട്? ചേച്ചി എങ്ങനെയുണ്ട് പടം? ഓക്കെ എങ്ങനെയുണ്ട് പടം? ഡയറക്ടർ ആണെങ്കിലും ആക്ടറായിട്ടാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓൾസോ വിഷ്വലി സ്റ്റണ്ണിങ് ആണ്. സ്റ്റോറിയും നല്ല രീതിക്ക് എഴുതിയിട്ടുണ്ട്. അടിപൊളിയാണ്. നല്ല രസമായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫിനെക്കാളും സെക്കൻഡ് ഹാഫ് കുറഞ്ഞ നല്ല ഇൻവോൾവിങ് ആയിരുന്നു. നല്ല വിഷ്വൽ എക്സ്പീരിയൻസ് നല്ലതാണ്. ഒരു രക്ഷയില്ല, മസ്റ്റ് വാച്ച്. എങ്ങനെയുണ്ട് ചേട്ടാ? ഫസ്റ്റിന് അപേക്ഷിച്ചാണെങ്കിൽ സെക്കൻഡ് എന്ന് പറഞ്ഞ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. എങ്ങനെയുണ്ട് അഭിനയം? എല്ലാം നൈസായിരുന്നു. എങ്ങനെയുണ്ട് ചേട്ടാ? വലിയ കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് കഴിഞ്ഞാടിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ, വേറെ ഗ്രാഫിക്സ് മാത്രമേ ഉള്ളൂ. വേറെ പടത്തിൻ്റെ വലിയ ഇതൊന്നുമില്ല. കുഴപ്പമില്ല, കാണാം. ഞാൻ കാന്താര 1 ഇത് കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി ഇരുന്ന് കണ്ടതാണ്. എന്താ ഒരു കാന്താര പഴയതിൻ്റെ ഒരു ബിഗ്ഗർ വേർഷനാണ് ഇത്. ആക്ച്വലി ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. കാണുന്നവർ എന്തായാലും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. OTT ഇറങ്ങാനും അങ്ങനെ ഒന്നും വെയിറ്റ് ചെയ്യരുത്. വില്ലൻ പടമാണ്. നമുക്ക് ഋഷഭ് ഷെട്ടി എന്ന് പറഞ്ഞ ആളുടെ ഒരു എന്താ പറയുക, ഒരു പീക്ക് നമുക്ക് അവിടെ കാണാൻ പറ്റും. ജയറാമേട്ടൻ്റെ അടുത്ത് നിന്നൊന്നും ആളുണ്ട് തന്നെ ഞാൻ ഇന്നലെയാണ് അറിയുന്നത് ട്രെയിലർ കാണുമ്പോൾ. സോ നമ്മൾക്ക് ഭയങ്കര പ്രൗഡ് മൂമെന്റ് ആയിരിക്കും ജയറാമേട്ടനെ ഈ ഒരു ഇതിൽ നിന്ന് കാണുമ്പോൾ. ഫസ്റ്റ് കണ്ടിട്ട് സെക്കൻഡ് വരുമ്പോൾ എങ്ങനെയുണ്ട്? ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്നലെ ആയിരുന്നു കാണുന്നത്. സോ എനിക്ക് കുറച്ച് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു 2 എന്തായിരിക്കും അതിൻ്റെ എന്നുള്ളത്. എൻ്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്ന രീതി തന്നെയായിരുന്നു കാന്താര ചാപ്റ്റർ 1 എന്നുള്ള പറഞ്ഞത്. ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ ബെറ്റർ ആയിട്ട് തോന്നിയത്? സെക്കൻഡ് ആയിരിക്കും. ബിക്കോസ് അതൊരു ഞാൻ പറഞ്ഞല്ലോ പഴയതിന് ഒരു ബിഗ് വേർഷനാണ്. അത് ഭയങ്കര ഒരു വലിയൊരു സ്ക്രീനിൽ ലൈക്ക് കുറേ കൂടെ എന്താ പറയുക തമാശകളുണ്ട്, ആക്ഷൻസ് ഉണ്ട്, ഫൈറ്റ് ഒന്നും ഒരു രക്ഷയില്ല. അത് തിയേറ്ററിൽ തന്നെ വന്ന് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇല്ലല്ല, ആക്ച്വലി 3 മണിക്കൂറാണ് ഞാൻ പോയതേ അറിഞ്ഞിട്ടില്ല. ഞാൻ 1:30 ഷോ ആണ് കയറിയത്. ഞാൻ ഇപ്പോഴാണ് ലാസ്റ്റാണ് ഞാൻ സമയം നോക്കുക. 4:30 എന്നാണിപ്പോൾ ഞാൻ എൻ്റെ കിളീനെ പോയി. ബിക്കോസ് എനിക്ക് സമയം പോകുന്നത് തന്നെ എനിക്ക് തോന്നിയിട്ടില്ല. ഫുൾ സ്ക്രീനിൽ തന്നെയായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. കൊടുത്ത പൈസക്ക് വർത്താണ് പടം? ഓഫ് കോഴ്സ് യെസ്. ഇനി ഒരു വട്ടം കൂടി വന്നിരുന്ന് കാണാൻ എനിക്ക് പറ്റും. ഇറ്റ്സ് മൈ പെർസ്പെക്റ്റീവ്. ലാഗ് അവർക്ക് ഫീൽ ചെയ്തത് തുടക്കത്തിലുള്ള ഒരു സീൻസിലായിരിക്കും. പക്ഷെ എനിക്കത് ഫൺ തന്നെയായിരുന്നു തുടക്കത്തിലുള്ളത്. പിന്നെ ബട്ട് എൻഡ് ആഫ്റ്റർ ദ ഇൻ്റർവെൽ നമ്മൾ ശ്രദ്ധിക്കില്ല, ടൈം പോകുന്നതൊന്നും അറിയില്ല. ഫുൾ നമ്മുടെ കണ്ണ് സ്ക്രീനിൽ തന്നെയായിരിക്കും എന്നുള്ളത് ഫോർ ഷുവർ ആണ്.